ഇന്നത്തെ എൻ്റെ റെസിപ്പി ഈസിയായും ടേസ്റ്റിയായും ഒരു ബീഫ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. ആദ്യം ഇതിനാവശ്യമായ മസാല എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. മസാല ഉണ്ടാക്കാൻ ആവശ്യമായ പാത്രം അടുപ്പിലേക്ക് വെച്ച് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 4 സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. വഴങ്ങിയ ശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ചതച്ചതിട്ട് കൊടുത്ത് നന്നായി പച്ചമണം പോകുന്നത് വരെ ഇളക്കിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. അതിലേക്ക് 4 തക്കാളി പേസ്റ്റ് ആക്കിയത് ആഡ് ചെയ്യാം. തക്കാളിയുടെ മണം പോകുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതിനാവശ്യമായ മസാലകൾ നമുക്ക് ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. ആവശ്യമായ ഉപ്പ് കൂടി ആഡ് ചെയ്ത് മസാല നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ മല്ലിയില കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഈ മസാല തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ കഴുകി വൃത്തിയാക്കി വെച്ച 1 കിലോ ബീഫിലേക്ക് ചതച്ച് വെച്ച കുരുമുളക്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എന്നിവ ആഡ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ചതച്ചത് അതിലേക്ക് ആഡ് ചെയ്ത് നല്ല കട്ട തൈര് കൂടി ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. കുക്കർ അടച്ച് വെച്ച് 6 വിസിൽ കേൾക്കുന്നതുവരെ നമുക്കിതിനെ വേവിച്ചെടുക്കാം. കുക്കറിൽ വെച്ച ബീഫ് 6 വിസിൽ കേൾക്കുന്നതുവരെ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ തയ്യാറാക്കിയ മസാലയിലേക്ക് വേവിച്ചെടുത്ത ബീഫ് ഒഴിച്ചു കൊടുക്കാം. ഇതിലെ മസാലകളെല്ലാം തന്നെ ബീഫിൽ പിടിക്കുന്നത് വരെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. കറി നന്നായി തിളച്ച ശേഷം അതിനെ ഒരടപ്പ് വെച്ച് അടച്ച് നമുക്ക് നല്ല രീതിയിൽ 10 മിനിറ്റ് കുറച്ചുകൂടി വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് വേവിച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് തുറന്നു നോക്കാം. ഇനി നമുക്ക് ദമ്മിടാനായി മറ്റൊരു പാത്രം ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മസാലകൾ ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ ബീഫ് ബിരിയാണിക്ക് വേണ്ടി വേവിച്ച് വെച്ച റൈസാണ്. ഒരു പാൻ എടുത്ത് അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മസാല പകുതി ഇട്ട് കൊടുത്ത് അതിന് മീതെ നേരത്തെ തയ്യാറാക്കി വെച്ച റൈസ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മീതെ ബീഫ് മസാല കൂടി കുറച്ച് ഒഴിച്ച് കൊടുത്ത് അതിൻ്റെ മീതെ ഫ്രൈ ആക്കി വെച്ച സവാള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 10 മിനിറ്റ് ദം ചെയ്യാനായിട്ട് വെക്കാം. ദം ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തുറന്ന് നോക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആവി പറക്കണ അടിപൊളി ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇപ്പം ഉണ്ടാക്കി വെക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.